ജനകീയ സർക്കാർ അധികാരമേൽക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. സത്യപ്രതിജ്ഞയ്ക്ക് മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് അവസാന ഘട്ടത്തിൽ ഏകദേശ ധാരണ MR സജേഷ് ആദ്യഘട്ടത്തിൽ അറിഞ്ഞിരുന്നതാണ് ഏകദേശം ശരിയെങ്കിലും ഏറ്റവും പുതിയതായി അറിയുന്നത് ഔദ്യോഗിക പ്രഖ്യാപനമൊക്കെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമേ ഉണ്ടാകുമെങ്കിൽ പോലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടോ സജേഷ്? വകുപ്പുകളിലേക്കൊന്ന് പോയാൽ അജിംഷാദ്, വകുപ്പുകളുടെ കാര്യത്തിൽ അന്തിമമായ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. എന്നാൽ ലഭിക്കുന്ന സൂചനകൾ അനുസരിച്ച് നിയുക്ത മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള പിണറായി വിജയൻ ആഭ്യന്തര വിജിലൻസ് IT വകുപ്പുകൾ കൈകാര്യം ചെയ്യും. തോമസ് ഐസക്കാണ് ധനകാര്യമന്ത്രി. EP ജയരാജൻ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യും. G സുധാകരനാണ് പൊതുമരാമത്ത് വകുപ്പും രജിസ്ട്രേഷൻ വകുപ്പും ചുമതല ലഭിക്കുക. AK ബാലന് സാംസ്കാരികവും പിന്നോക്കക്ഷേമവും ലഭിക്കും. AC മൊയ്തീന് സഹകരണ ടൂറിസം വകുപ്പുകൾ ലഭിക്കും. മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് ഫിഷറീസ് പരമ്പരാഗത വ്യവസായ വകുപ്പുകളാണ് മേഴ്സിക്കുട്ടി അമ്മയ്ക്ക് ലഭിക്കുക. കടകംപള്ളി സുരേന്ദ്രന് വൈദ്യുതി ദേവസ്വം വകുപ്പുകളുടെ ചുമതലയാണ് ഉണ്ടാകുക. എക്സൈസ് വകുപ്പ് TP രാമകൃഷ്ണൻ വഹിക്കും. KT ജലീലിന് തദ്ദേശ വകുപ്പാണ്. ഇതിനോടൊപ്പം തന്നെ NCP ജനതാദൾ S തുടങ്ങിയ ഘടകകക്ഷികൾ വകുപ്പും നേരത്തെ തീരുമാനമായിരുന്നു. NCPയുടെയും ജനതാദൾ Sൻ്റെയും വകുപ്പുകളുടെ കാര്യത്തിൽ മാറ്റമുണ്ട്. NCPക്ക് ഗതാഗത വകുപ്പ് ലഭിക്കും. അതേസമയം ജനതാദൾ Sൻ്റെ മാത്യു ടി തോമസിലാണ് ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുക. CPI മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. CPI എക്സിക്യൂട്ടീവ് ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അജിംഷാദ്. തീർച്ചയായും സജേഷാണ് വിവരങ്ങൾ നൽകിയത്. തീർച്ചയായും ജ്യോതികുമാർ ചാമക്കാലയിലേക്ക് പോയാൽ ഒരുപക്ഷെ തോറ്റ വിദ്യാർത്ഥിയുടെ പ്രോഗ്രസ് കാർഡ് ഉയർത്തിക്കാട്ടും എന്ന് കാണുന്ന ടെൻഷൻ ഒരുപക്ഷെ അതിൻ്റെ ഒന്നും അത്തരം ചർച്ചകൾക്കൊന്നും ഈ ഘട്ടത്തിൽ പ്രസക്തിയില്ല എന്ന് തോന്നുന്നു. ധവളപത്രമൊക്കെ ഇറക്കുമെന്ന് ശ്രീ തോമസ് ഐസക്കൊക്കെ പറഞ്ഞെങ്കിലും സത്യപ്രതിജ്ഞ തുടങ്ങുമ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല എങ്ങനെ കാണും? കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ പരാജയപ്പെട്ടു. പുതിയ സർക്കാർ വന്നിരിക്കുന്നു. സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും പരിപൂർണമായ പിന്തുണ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. ക്രിയാത്മകമായ പ്രതിപക്ഷമായി പ്രവർത്തിച്ചുകൊണ്ട് UDF പ്രതിപക്ഷത്തിൻ്റെ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. സർക്കാരിൻ്റെ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകുകയും ചെയ്യും. അത് യാതൊരു തർക്കവുമില്ല. പക്ഷേ ഇപ്പോൾ തുടങ്ങിയപ്പോൾ തന്നെ കണ്ടിരിക്കുന്ന അക്രമ പ്രവർത്തനങ്ങളെക്കുറിച്ചും കൊലപാതകങ്ങളെക്കുറിച്ചും ഒക്കെ ഞങ്ങളുടെ പാർട്ടിക്കും മുന്നണിക്കും ആശങ്കയുണ്ട്. അത് പരിഹരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇല്ലെങ്കിൽ അത് ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരും. VM സുധീരനും അത് തന്നെയാണ് പറഞ്ഞത്. ക്രിയാത്മകമായ പ്രതിപക്ഷമായി തന്നെ ആയിരിക്കും ഇനിയുള്ള 5 വർഷം. അതായത് പ്രതിപക്ഷം എന്നുള്ളതിന് ഒരു വലിയ ഘടനയുണ്ട്, ഒരു വലിയ ശക്തിയുണ്ട്. ഭരണഘടനാപരമായി വലിയ ഉത്തരവാദിത്വവും ഉള്ള ഒരു പദവിയാണ് അത്. രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ ജീവിതരേഖയിലേക്ക് കൂടി പോകാം അജിംഷാദ്. അതായത് അരുൺ, രാമചന്ദ്രൻ കടന്നപ്പള്ളിയെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ വലിയ 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 രാഷ്ട്രീയ കൊമ്പന്മാരെയൊക്കെ നിലംപരിശാക്കിയ ചരിത്രം കൂടിയുണ്ട് കടന്നപ്പള്ളിക്ക്. അങ്ങനെ അതാണ് EK നയനാർ. അപ്പോ അങ്ങനെ ഉള്ള വ്യക്തിയാണ്, വളരെ സാത്വികനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സംശുദ്ധിക്ക് ലഭിച്ച സ്വാഭാവികമായ അംഗീകാരം എന്ന് തന്നെയാണ് പ്രഥമ പരിഗണന എന്ന തരത്തിൽ ഇക്കാര്യത്തിൽ എല്ലാവരും കാണുന്നതും പറയുന്നതും. അദ്ദേഹത്തിന്റെ ജീവിതരേഖയിലേക്ക് കൂടി പോകാം. 1971 കാസർഗോഡ് നിന്ന് കയ്യൂർ സമരനായകനായ EK രാജിവെപ്പെടുത്തുമ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രന് പ്രായം 25. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്. AKG ഉൾപ്പെടെയുള്ള നേതാക്കൾ ജയിച്ച ഒരു ചെങ്കോട്ടയെയാണ് ഒരു കന്നിക്കാരനായ കടന്നപ്പള്ളിക്കാരൻ അന്ന് മുട്ടുകുത്തിച്ചത്. പാർലമെന്റിലും ദേശീയ രാഷ്ട്രീയത്തിലും കടന്നപ്പള്ളിയുടെ പേര് ഏറ്റവും ഉച്ചത്തിൽ ഉയർന്നു കേട്ടിരുന്ന കാലമായിരുന്നു അത്. എന്നാൽ 1980 ഇന്ദിരാഗാന്ധിയോട് തെറ്റി AK ആന്റണിക്കൊപ്പം ഇടതുപക്ഷത്തേക്ക് വന്ന കടന്നപ്പള്ളി പിന്നീട് ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തിരിച്ചുപോയിട്ടും പോകാതെ നിന്ന ആ ആത്മാർത്ഥതയും കൂറും ആദർശവും തന്നെയാകുന്നു പിന്നീട് ഈ നേതാവിൻ്റെ രാഷ്ട്രീയ വിജയങ്ങൾക്കെല്ലാം കാരണമായിട്ടുണ്ടാകുക. ഇടതുപക്ഷത്തായിരിക്കെ 80 ഇരിക്കൂറിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട് കടന്നപ്പള്ളി. 2006 എടക്കാട് നിന്ന് ജയിച്ച് 2 വർഷം VS മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായി. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രനോട് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അരനൂറ്റാണ്ടുകാലമായി കോൺഗ്രസ് തന്നെ കുത്തകയാക്കി വെച്ച അതേ കണ്ണൂരിൻ്റെ നിയമസഭാ മണ്ഡലം പിടിച്ചെടുത്തതാണ് ഇപ്പോൾ കടന്നപ്പള്ളി രാമചന്ദ്രന്റെ വിജയത്തിന് വലിയ തിളക്കം നൽകുന്നത്. രാമേന്ദ്രൻ കടന്നപ്പള്ളിയുടെ ജീവിതരേഖയാണ് നിലവിൽ കണ്ടത്. നിയുക്ത മന്ത്രി രാമേന്ദ്രൻ കടന്നപ്പള്ളി തന്റെ പ്രതീക്ഷകൾ പീപ്പിൾ TVയുമായി പങ്കുവച്ചു. അതെന്താണ് നോക്കാം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് മഹിതോജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് അധികാരം ഏറ്റെടുക്കുന്നത്.
എതിരാളികളെയും വിമർശകന്മാരെയും എല്ലാം അമ്പരപ്പിച്ചുകൊണ്ട് 91 നിയമസഭാംഗങ്ങൾ അണിനിരക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നാളെ വൈകുന്നേരം അധികാരമേറ്റെടുക്കുകയാണ്. വളരെ മഹത്വം ബൃഹത്തുമായ ഉത്തരവാദിത്വമാണ് ഗവൺമെൻറ് മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന്, ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് അധികാരം ഏറ്റെടുക്കുമ്പോൾ അധികാരസ്ഥാനമൊഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ ഭരണവൈകല്യങ്ങളും വൈകൃതങ്ങളും സൃഷ്ടിച്ചിട്ടുള്ള സാമ്പത്തികമായ പരാധീനതയും തകർച്ചയും ഒരു ഭാഗത്ത്, അഴിമതി കൊണ്ട് മലീമസമായ ഭരണമണ്ഡലം, അഴിമതി വിരുദ്ധമായ നിലപാടുകൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു സംവിധാനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന വിശ്വാസമാണ് ജനങ്ങൾക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ അഴിമതിക്കെതിരായി ചിന്തിക്കുന്ന ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ജനാധിപത്യം പിന്തുണയ്ക്കേണ്ടേ. അപ്പോൾ അഴിമതി രഹിതവും സംശുദ്ധമായൊരു ഗവൺമെൻറ്, അത് പ്രത്യക്ഷരം പ്രതിപാദിക്കുന്നതിനാവശ്യമായ ഭരണക്രമീകരണങ്ങളും സംവിധാനവും ഉറപ്പുവരുത്തുക എന്നതാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രഥമമായിട്ടുള്ള ഒരു ചുമതല. അതോടൊപ്പം എല്ലാവർക്കും അറിയാവുന്ന പോലെ സാമ്പത്തിക അരാജകത്വം കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തിക തകർച്ചയ്ക്ക് നയിച്ച ഗവൺമെൻറ് അനാവശ്യ ചെലവുകൾ, ദുർവിനിയോഗം, അധികാര ദുർവിനിയോഗം തുടങ്ങി അല്ലാതെ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്കോ വികസനത്തിനോ വേണ്ടി ഒന്നും ചെയ്യാതെ ഭരണപരമായ ഏറ്റുകൂട്ടുകൾക്ക് സംവിധാനത്തിൻ്റെ അതിൻ്റെ പരിരക്ഷണത്തിന് ആവശ്യമായ എന്തെല്ലാമോ ചെയ്തു. അതിൻ്റെ ഭാഗമാണ് ഏറ്റവും അവസാനമായി മന്ത്രിസഭാ യോഗം ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് ശേഷം എത്രയോ ഓർഡിനൻസുകൾ മണിക്കൂറുകൾ പാസ്സാക്കിയെടുത്ത്. അത്ര ലാഘവത്തോടുകൂടിയാണ് ഭരണകാര്യങ്ങളെയും നിയമനിർമ്മാണങ്ങളെയും ജനകീയ പ്രശ്നങ്ങളെയും കണ്ടത് എന്നതിൻ്റെ തെളിവാണിത്. അത്തരത്തിൽ പ്രവർത്തിച്ചൊരു ഗവൺമെൻറ് അനാഥമാക്കി കിടക്കുന്ന എല്ലാ വകുപ്പുകളെയും ഗവൺമെൻറ് സംവിധാനത്തെയും നേരായ മാർഗത്തിലേക്ക് ഉയർത്തുക എന്ന് പറയുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം കൂടി ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ്റിനുണ്ട്. ഇപ്പോൾ കേരളം നേരിടുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ക്രമാതീതമായ വിലക്ക് രാജ്യവ്യാപകമായിട്ടുള്ളതാണ്. ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പൊതുവിതരണ ശൃംഖല തകർത്ത് UDF സർക്കാർ ഉണ്ടാക്കിയത് കരിഞ്ചന്തക്കും പുഴുത്തുവെപ്പുകാർക്കും ചൂഷണം ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കുകയാണ്. അതുകൊണ്ട് വിലക്കയറ്റത്തിൻ്റെ കെടുതികൾ കൊണ്ട് വലഞ്ഞ ജനങ്ങൾക്ക് ഒരാശ്വാസം ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ കേരളം നേരിടുന്ന തൊഴിലില്ലായ്മയ്ക്ക് പരിഹാരം കാണാനാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് ഹൈടെക് സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് യുവാക്കളുടെ കർമ്മശക്തി ഉപയോഗപ്പെടുത്തി 25 ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ നൽകുന്ന ഒരു ബൃഹത്തായ പദ്ധതി പറഞ്ഞു. അതൊക്കെ വെറും വാഗ്ദാനങ്ങളായിട്ടല്ല, നടപ്പിലാക്കാനുള്ള ആസൂത്രിതമായ ആലോചനകളും പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചുകൊണ്ടതാണ്. അതുകൊണ്ട് ഈ ക്രമീകരണങ്ങൾ ഗവൺമെൻറ് തലത്തിൽ നടപ്പിലാക്കുക, കേരളത്തിന് ആവശ്യമായ വ്യവസായ വികസനത്തിന്, കാർഷിക പുരോഗതിക്ക്, വിദ്യാഭ്യാസ രംഗത്തിൻ്റെ ആരോഗ്യ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് വേണ്ട മുഖമുഖമായ തലങ്ങളിൽ പരിഹൃതമാകാതെ കിടക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. അവയ്ക്കെല്ലാം പരിഹാരം കാണുക എന്ന് പറയുന്ന വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളത്. അപ്പോൾ ഗവൺമെൻറ് നേരത്തെ മുന്നണി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രകടന പത്രികയുണ്ട്. ആ പ്രകടന പത്രിക കേരളത്തിൻ്റെ വികസന രൂപരേഖയാണ്. ആ വികസന രൂപരേഖ, ആ പ്രകടന പത്രിക ഒരു നടപ്പിലാക്കുമ്പോൾ സമഗ്രമായ വികസനത്തിലുള്ള അസ്ഥിവാരമിടാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ വസ്തുത. അതാണ് ആ പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രതിബദ്ധതയും വിശ്വാസ്യതയുമാണ് ഗവൺമെൻറ് ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നൊരു കാര്യം തന്നെ. പ്രതീക്ഷകളും ഒപ്പം അദ്ദേഹത്തിൻ്റെ പദ്ധതികളുമാണ് നിലവിൽ പങ്കുവച്ചത്. തീർച്ചയായും ഇപ്പോൾ സാലി മുഹമ്മദ് ഉണ്ട് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നിന്ന്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ 2:40 ഇനി 4 മണിക്ക്, മണിക്കൂറുകൾ എന്ന് കൃത്യമായി പറയാനില്ല എങ്കിൽ പോലും മിനിറ്റുകൾ എണ്ണി കാത്തിരിക്കുകയാണ് കേരളം. ആ ജനകീയ സർക്കാർ അധികാരത്തിലേറാനായി. സാലി മുഹമ്മദ് സെൻട്രൽ തീർച്ചയായും ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മൾ തയ്യാറാണ്. സാലി മുഹമ്മദ്, അതായത് എത്തുന്നത് കേരളത്തിന്റെ പരിച്ഛേദമായിരിക്കുമെന്ന് പിണറായി വിജയൻ ഇന്നലെ പറഞ്ഞു. പക്ഷേ ആ പരിച്ഛേദത്തെ ഞങ്ങൾ കാണുന്നത് കേരളത്തിന്റെ ആകെയുള്ള പ്രതിനിധീകരണമായാണ് അത്രേ. അങ്ങനെയുള്ള ഒരു ജനസാന്നിധ്യം തന്നെയാണ് നമുക്കവിടെ കാണാനാകുന്നത്. ദൃശ്യങ്ങൾ സഹിതം നൽകുമ്പോൾ ഒരു പക്ഷേ ഓരോ നിമിഷവും ഒപ്പിയെടുത്ത് സത്യപ്രതിജ്ഞയുടെ സമഗ്രത ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ശേഷിക്കുന്ന കേരളത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ പ്രാപ്തമായി കഴിഞ്ഞു. ആ ഘട്ടത്തിൽ അവിടെ നിന്ന് സാലി.
അജിംഷാദ്, തീർച്ചയായും ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കുന്നത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ. പതിനായിരങ്ങൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മുഹൂർത്തം കാണുന്നതിനും ആവേശം ഉൾക്കൊള്ളുന്നതിനുമായി ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാം. സംസ്ഥാനത്ത് എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം, പങ്കാളിത്തം ഈ പരിപാടിക്കുണ്ട് എന്ന് എടുത്തു പറയേണ്ട സാഹചര്യമാണ്. ഒപ്പം പ്രമുഖരുടെ ഒരു നിര തന്നെ ഇവിടെയുണ്ട്. ഒട്ടേറെ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, പൊതുപ്രവർത്തകർ, കലാ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ, ചലച്ചിത്ര മേഖലകളിൽ, മാധ്യമ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖരുടെ ഒരു നിര തന്നെ സദസ്സിൻ്റെ മുൻനിരയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം അല്പസമയത്തിനകം തന്നെ VIP-കളും VVIP-കളും എത്തിത്തുടങ്ങും എന്നാണ് മനസ്സിലാക്കുന്നത്. CPM-ൻ്റെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡ തുടങ്ങി ദേശീയ നേതാക്കൾ അടക്കമുള്ള ഒരു വലിയ പ്രമുഖരുടെ നിരയാവും പിണറായി വിജയനും നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകാൻ, പങ്കാളികളാവാൻ എത്തിച്ചേരുക. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയിട്ടുള്ള പതിനായിരക്കണക്കിന് LDF പ്രവർത്തകർ അങ്ങേയറ്റത്തെ ആവേശത്തോടു കൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നു എന്ന് തന്നെ പറയാം. പിണറായി ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെയോ മാത്രം സർക്കാരല്ല, മറിച്ച് കേരളത്തിൻ്റെ ആകെ, കേരളത്തെ പൊതുസമൂഹത്തെ ആകെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനമായിരിക്കും ഇത്. അതിന് ജാതി, മത, വർഗ, വർണ്ണ ഭിന്നതകളുണ്ടാവില്ല എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞു. അതിനെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ വിവിധ ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിച്ച്, വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിച്ചുള്ള ഒരു ജനക്കൂട്ടം തന്നെ ഇവിടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായ കാര്യം. കൃത്യം 4 മണിക്ക് തന്നെ ഔദ്യോഗികമായ ചടങ്ങുകൾ ആരംഭിക്കും. 3:50 ഗവർണർ P. സദാശിവം VVIP ഗേറ്റിലൂടെ ഈ വേദിയിലേക്ക് എത്തിച്ചേരും. 3:30-ക്കും 4 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റ് നിയുക്ത മന്ത്രിമാരും ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 4 മണിക്ക് തന്നെ ഈ പരിപാടി, ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കും. ആദ്യ ചടങ്ങ് ചീഫ് സെക്രട്ടറി നിയുക്ത മുഖ്യമന്ത്രിയെ സത്യവാചകം ചൊല്ലാൻ ക്ഷണിക്കുക എന്നുള്ളതാണ്. അതോടുകൂടി ഗവർണർ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. അതോടുകൂടി മുഖ്യമന്ത്രിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ അവസാനിക്കുകയും തുടർന്ന് ഗവർണർ മറ്റ് 18 മന്ത്രിമാർക്കുമുള്ള സത്യവാചകം ചൊല്ലിക്കൊടുത്ത് ചടങ്ങുകൾ ഏതാണ്ട് 1 മണിക്കൂർ കൊണ്ട് അവസാനിക്കാൻ കഴിയും എന്നുള്ളതാണ് സംഘാടകരുടെ പ്രതീക്ഷ. വലിയ മഴയുടെ ഒരു ലക്ഷണം ഈ മേഖലയിൽ കാണാനുണ്ട്. എങ്കിലും അതൊക്കെ അവഗണിച്ച് വലിയ തോതിൽ ജനക്കൂട്ടം ഈ സ്റ്റേഡിയത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ ഏറെ ജനസഞ്ചയം ഈ സ്റ്റേഡിയത്തിൻ്റെ ഗേറ്റിന് പുറത്തായി ഊഴം കാത്തു നിൽക്കുന്നുണ്ട്. പാസ് വിതരണം ചെയ്തിരുന്നു വ്യാപകമായി. അതുകൂടാതെ പാസ് ലഭിക്കാത്തവരും ഇടം കിട്ടാത്തവരുമായി ആയിരങ്ങൾ ഈ സ്റ്റേഡിയത്തിന് ചുറ്റുവട്ടത്തുമായി നഗരത്തിന്റെ വിവിധ ഒരു കാര്യം കൂടി കാര്യത്തിൽ ഇടപെട്ട് ചോദിക്കാനുണ്ട്. മുഹമ്മദ് റിയാസ് നമുക്കിപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്, അദ്ദേഹത്തിലേക്ക് വരാം. അതിന് മുൻപ് സാലി, ഇവിടെ പിണറായി വിജയൻ മന്ത്രിസഭ പ്രഥമ പരിഗണന VIP എന്ന് പരിഗണിക്കുന്നത് ജനങ്ങളെയാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു അറേഞ്ച്മെന്റ് വരുത്തിയിട്ടുണ്ട്. ഇരിപ്പിടങ്ങൾക്കുള്ളിൽ നിന്നാണ് സാലി നിൽക്കുന്നത്. എങ്ങനെയാണ് ആ ക്രമീകരണം, ആരൊക്കെ എവിടെ എന്ന തരത്തിലാണ് ആ ക്രമീകരണം നിലവിൽ വരുത്തിയിരിക്കുന്നത് അവിടെ? അജിംഷാദ്, മുൻനിരയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ പ്രധാനമന്ത്രി HD ദേവഗൗഡ, ഒപ്പം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, PB അംഗം പ്രകാശ് കാരാട്ട് തുടങ്ങി VS അച്യുതാനന്ദൻ, സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സ്ഥാനമൊഴിയുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല, അങ്ങനെ BJP നേതാവ് MLA-യുമായ O. രാജഗോപാൽ തുടങ്ങി അത്തരത്തിൽ പ്രധാന നേതാക്കൾക്ക് വേണ്ടിയാണ് ആദ്യ നിര ഒഴിച്ചിട്ടിരിക്കുന്നത്. അതിൻ്റെ പിന്നിലായി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, സ്ഥാനമൊഴിയുന്ന MLA-മാർ, നിലവിലുള്ള MP-മാർ, ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, അങ്ങനെ രാഷ്ട്രീയ നേതൃത്വത്തിനു വേണ്ടി ഒരു ഭാഗം ഒഴിച്ചിട്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട കാര്യം, സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർക്കായി ഒരു ഭാഗം നീക്കിവെച്ചിട്ടുണ്ട്. ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ളവർ, ഒപ്പം സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ നിന്നുള്ളവർ, അവരുടെയൊക്കെ പേരുകൾ എഴുതി കൃത്യമായി വരും എന്നറിയിച്ചിരിക്കുന്നവർക്കൊക്കെ ഇരിപ്പിടം ഒരുക്കിയിരിക്കുന്നു സംഘാടകർ എന്ന് പറയാം. അത്രമേൽ കൃത്യമായി വളരെ പഴുതുകൾ അടച്ചുള്ള ഒരു സംവിധാനങ്ങൾ, ഒരുക്കങ്ങൾ തന്നെയാണ് ഇവിടെ പൂർത്തിയായിരിക്കുന്നത്. 4 മണിക്ക് തന്നെ ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ജിംഷാദ്. അതായത് സാലി മുഹമ്മദ്, ഒരുപക്ഷെ അരുൺ സാലി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിലേക്ക് തന്നെ നമുക്ക് ഒരുപക്ഷെ പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതായത് ചെമ്പതാകകൾ പാറിപ്പറക്കുന്നുണ്ട്. ആവേശത്തോടുകൂടി LDF പ്രവർത്തകർ ഒന്നാകെ തങ്ങളുടെ സർക്കാരിന് ജനം നൽകിയ അംഗീകാരം തങ്ങളുടെ കൂട്ടത്തിനൊക്കെ എത്തുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ സർക്കാർ എന്നത് ഒരിക്കലും ഒരു കക്ഷിയുടേതാകില്ല, അത് കേരളത്തിൻ്റെ ജനതയുടെ ആകെയാകും
എന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ തന്നെ സാധാരണഗതിയിലുള്ള സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് അപ്പുറത്തേക്ക് കാസർഗോഡ് നിന്ന് പോലും കാസർഗോഡ് അടക്കം തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ സാധാരണക്കാർ വരെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അത് ശരിയാണോ സാലി? അവിടെ നിന്നുള്ള വിവരങ്ങൾ അങ്ങനെ നൽകിയാൽ. ആജിംഷാദ്, തീർച്ചയായും പ്രധാന പങ്കാളിത്തം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള LDF പ്രവർത്തകരുടേത് തന്നെയാണ്. വലിയ തോതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്ന് 10,000-കണക്കിന് ഇടതുമുന്നണി പ്രവർത്തകർ ചെമ്പതാകകളുമേന്തി ഇവിടെ ഇന്നലെ മുതൽ തന്നെ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തമ്പടിച്ചിരിക്കുന്നു നമുക്ക് കാണാമായിരുന്നു. സ്വാഭാവികമായും അവരുടെ ആവേശം നമുക്ക് പറയാം. അത് കഴിഞ്ഞ ഒരു 2-2.5 മാസക്കാലം കത്തുന്ന വെയിലിനെ അവഗണിച്ചും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആവേശത്തോടുകൂടി തങ്ങളുടെ മുദ്രാവാക്യങ്ങളും തങ്ങളുടെ ആശയങ്ങളും വോട്ടർമാരിലെത്തിക്കാൻ പണിയെടുത്തവരാണ് അവർ. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ലാഭേച്ഛയോടെ ആയിരുന്നില്ല. സ്വന്തം പ്രസ്ഥാനത്തിനും മുന്നണിക്കും വേണ്ടി, സ്വന്തം നാടിനു വേണ്ടി, നാടിന് ഗുണം ചെയ്യുന്ന ഒരു ഭരണ സംവിധാനം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമായിരുന്നു കഴിഞ്ഞ 2.5 മാസക്കാലം ഈ സാധാരണ പാർട്ടി പ്രവർത്തകരും മുന്നണിയുടെ സാധാരണ പ്രവർത്തകരും അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഓരോ മണ്ഡലത്തിലും നടത്തിയത്. അതിൻ്റെ ഫലം എന്നോണമാണ്, അതിൻ്റെ ഫലപ്രാപ്തി എന്നോണമാണ് ഈ ഒരു LDF ഗവൺമെൻറ് അധികാരത്തിലെത്തിയിരിക്കുന്നത്. സ്വാഭാവികമായും സാധാരണ LDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമായ ഒരു അന്തരീക്ഷം തന്നെയാണ്. ഒരു കാര്യം കൂടി നിറഞ്ഞു കവിയുന്നുണ്ട്, പ്രമുഖർ അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ബൈറ്റ്സ് അവരെന്തു പറയുന്നു എന്നറിയാൻ കൂടി പ്രേക്ഷകർക്ക് ആകാംക്ഷയുണ്ടാകും. അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുമോ? ഒരു കൃത്യമായ സമയം അതിനെടുത്തോളൂ. എന്തായാലും അതിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അതിലേക്ക് എത്താവുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് അതിഥികളുണ്ട് അവസാന വട്ടത്തിലേക്ക്. കാരണം ഇനി സ്വാഭാവികമായും പൂർണ്ണമായും കേന്ദ്രീകരിക്കേണ്ടത് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്കാണ്. ഒരുപക്ഷെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും അതാണ്. തീർച്ചയായും അതിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ കൂടി ശ്രീ ജ്യോതികുമാർ ചാമക്കല, അതായത് 4ാം പഠന കോൺഗ്രസിൽ വെച്ച് പിണറായി വിജയൻ പറയുന്ന വികസനത്തിൻ്റെ പ്രസംഗം, അതിനുശേഷം നവകേരള മാർച്ചിലൂടെ ഓരോ ജില്ലകളിലൂടെയും കടന്നു പോകുന്ന വികസനത്തിൻ്റെ സങ്കല്പങ്ങൾ, ഈ സങ്കല്പങ്ങളും വികസനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമൊക്കെ തുടർന്ന് വന്ന ആ ഭരണകൂടത്തിൻ്റെ വീഴ്ചകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടിയത് അടക്കമുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ഒക്കെയും നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ജനം 91 സീറ്റ് നൽകി അവരെ അധികാരത്തിലേക്ക് എത്തിക്കുന്നത്. ആ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തുന്നത് പോലും ഒരു ജനകീയ സ്വഭാവമുണ്ട്. നോക്കൂ, സാധാരണഗതിയിൽ പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ അല്ലെങ്കിൽ ഭരണത്തിന് വേണ്ടപ്പെട്ടവർ ഒക്കെയാണ് സാധാരണഗതിയിൽ എത്തുന്നത്. സാധാരണക്കാരെത്തുന്നത് തിരുവനന്തപുരം ജില്ലയും അല്ലെങ്കിൽ അതിൻ്റെ സമീപപ്രദേശം. പക്ഷേ ഇത് കാസർഗോഡ് നിന്ന് പോലും സാധാരണ പ്രവർത്തകരെ ഒഴുകിയെത്തുന്നു. അതിനെ നമ്മൾ നെഗറ്റീവായി ഒരുപക്ഷെ കാണേണ്ട കാര്യമില്ല. ഒരു നിമിഷം M. വിജയകുമാർ, അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ടെങ്കിൽ M. വിജയകുമാറിലേക്ക് പോകാം. സാലി, ആരാണ് ഇപ്പോൾ ഉള്ളത് കൂടെ? അജിംഷാദ് നമ്മോടൊപ്പം CPM-ന്റെ മുതിർന്ന നേതാവ് M. വിജയകുമാറുണ്ട്. അദ്ദേഹമാണ് ഈ ചടങ്ങിൻ്റെ ഒരുക്കങ്ങളുടെ എല്ലാം നേതൃത്വം നൽകി ഇന്ന് രാവിലെ മുതൽ സജീവമായി ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരുക്കങ്ങളുടെ, ക്രമീകരണങ്ങളുടെ അല്ലെങ്കിൽ ഈ ആവേശത്തിൻ്റെ ഒക്കെ പങ്കുവയ്ക്കാൻ അദ്ദേഹത്തിന് കഴിയും. ശ്രീ വിജയകുമാർ, നമസ്കാരം. വലിയ ആവേശത്തിലാണ് പാർട്ടി പ്രവർത്തകർ, താങ്കളടക്കമുള്ള നേതാക്കളും അങ്ങേയറ്റത്തെ ആവേശത്തിലും ഒക്കെയാണ്, വലിയ പ്രതീക്ഷയിലാണ്. എത്രമാത്രം പ്രതീക്ഷാ നിർഭരമാണ് ഈ ചടങ്ങ്? മുന്നോട്ടുള്ള പോക്കിൽ അത് എങ്ങനെയാവും അതിൻ്റെ ഒരു ഗുണകരമായ അംശം നാട്ടിലേക്ക് എത്തുക? ചടങ്ങ് ഒരു പൊതുപരിപാടിയാക്കുന്നത് ഞങ്ങളൊക്കെയാണ്. 2006-ൽ അതുവരെ രാജഭവൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു പന്തലിനുള്ളിൽ ഇരുന്ന് നിർവഹിക്കുന്നതാണ്. ജനങ്ങളുമായിട്ട് നേരിട്ടുള്ള ഇതല്ല. അപ്പം ജനങ്ങളെ, കാരണം ജനങ്ങൾ, ഈ വിജയത്തിൻ്റെ ഉടമകളെന്ന് പറയുന്നത് ജനങ്ങളാണ്. ഇന്നലെ നിയുക്ത മുഖ്യമന്ത്രി സഖാവ് പിണറായി പറഞ്ഞു കഴിഞ്ഞല്ലോ, ജനങ്ങളാണ്, ജനങ്ങളുടെ വിജയമാണ്. അപ്പോൾ ആ ജനങ്ങളെ മാറ്റി നിർത്താൻ പാടില്ല. ജനങ്ങളെ അണിനിരത്തി, ജനങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് ഉള്ള പ്രതിജ്ഞയാണ്. വോട്ട് പോലെ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് സമാഹരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പോലെ തന്നെയാണ് ഇത്. അതിന് ആ രൂപത്തിൽ. അപ്പം ഇതിൻ്റെ സ്വഭാവം എന്താണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാവും. ഈ ചടങ്ങ് കൊണ്ട് തന്നെ, ചടങ്ങിൽ നിന്ന് തന്നെ ഈ സർക്കാരിൻ്റെ മുഖം എന്താണെന്നും പൊതു സ്വഭാവം എന്താണെന്നും നയമെന്താണെന്നും എല്ലാം സ്വയം പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള ഒരു ജനകീയ സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. അഭൂതപൂർവമായ 2006-ൽ ഞാനാണ് മെയിനായിട്ട് ഇത് സംഘടിപ്പിച്ചതൊക്കെ. പക്ഷേ 2006-നെക്കാളും എത്രയോ വലുതാണ്. എത്രയോ വലുതെന്നല്ല, എത്രയോ ശ്രമകരമാണ് ഈ ജോലി. 2006-ൽ ഇത്രയും വലിയ തയ്യാറെടുപ്പ് ഈ സ്റ്റേഡിയം തന്നെ ഇവിടെ വെച്ച് ആദ്യത്തെ പരീക്ഷണം അതായിരുന്നു. അതിനേക്കാൾ എത്രയോ വലിയ തയ്യാറെടുപ്പ് ഉണ്ടായിട്ട് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള അഭൂതപൂർവമായിട്ടുള്ള
ജനപങ്കാളിത്തം. നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും എല്ലാ മേഖലകളിൽ നിന്നും ആരും തന്നെ മാറി ഇരിക്കുന്നില്ല. അവരെല്ലാം ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും അത് ജനങ്ങളുടെ പ്രതീക്ഷയാണ്, വൻപിച്ച പ്രതീക്ഷയാണ്. ഈ ജനപക്ഷ നിലപാട് തന്നെ ആയിരിക്കുമോ ചുമതലയേൽക്കുന്ന LDF സർക്കാരിൻ്റെ നേതൃത്വം നടപ്പിലാക്കുന്ന നയങ്ങളിലും പ്രതിഫലിക്കുക എന്ന് പറയും? ആ ജനപക്ഷ നിലപാട് തന്നെയാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര. അത് വെച്ചുകൊണ്ട് ഉള്ള തുടക്കം. ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഗവർണറെ സന്ദർശിക്കുന്നുണ്ട്. രാജ്ഭവനിൽ പോയിട്ട് മന്ത്രിമാരെല്ലാം വന്ന് ആദ്യത്തെ മന്ത്രിസഭാ യോഗം കൂടുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗം തന്നെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത്. ആദ്യത്തെ മന്ത്രിസഭാ യോഗം എന്ന് പറഞ്ഞാൽ തുടക്കമല്ലേ, അതുപോലും ജനങ്ങൾ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് എന്നതാണ്. ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. കഴിഞ്ഞ 2006 ആദ്യത്തെ മന്ത്രിസഭാ യോഗം കൂടുമ്പോൾ കാർഷിക പ്രശ്നം, കർഷക ആത്മഹത്യയായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം, ഓർക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണ് അതിനുവേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി കാർഷിക കടാശ്വാസ നിയമം, കാർഷിക കടാശ്വാസ കമ്മീഷൻ, അതിനുവേണ്ടി പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കാൻ, അത് മരണപ്പെട്ടു പോയവർക്ക് അവർക്ക് ആശ്വാസം നൽകാൻ ഒക്കെയുള്ള സുപ്രധാന തീരുമാനങ്ങൾ. അതേപോലെ തന്നെ സമൂഹത്തിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നവരാ തുച്ഛമായി 100 മുതൽ 500 വരെയൊക്കെയുള്ള പെൻഷൻ മേടിക്കുന്നവരുണ്ട്. കഴിഞ്ഞ സർക്കാർ, അതിനു മുമ്പുള്ള സർക്കാർ 28 മാസം വരെ കുടിശ്ശിക കൊടുത്തു. 600 കോടി അന്നുണ്ടായിരുന്നു. അതിപ്പോഴും ആ രൂപത്തിലെല്ലാം നിലനിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൻ്റെ മുഖ്യ പരിഗണനയിൽ വരുന്ന വിഷയങ്ങൾ ഒരുപാടാണ്, ചെറുതല്ല. അതൊക്കെ ആ രൂപത്തിൽ തന്നെ അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഏറ്റെടുത്തുകൊണ്ട് ഉള്ള തുടക്കമായിരിക്കും ഇന്നത്തെ മന്ത്രിസഭാ യോഗമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്ദി ശ്രീ വിജയകുമാർ. അജിംഷാദ്, തീർച്ചയായും ഈ ചടങ്ങ് തന്നെയാണ് ഈ സർക്കാരിൻ്റെ നയം വ്യക്തമാക്കുന്നത് എന്നാണ് വിജയകുമാർ പറഞ്ഞത്. കാരണം രാജ്ഭവൻ്റെ ഹാളിനുള്ളിൽ ഒതുങ്ങിയിരുന്ന ഒരു ചടങ്ങ് പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ എല്ലാവർക്കും കാണുന്ന രീതിയിൽ, എല്ലാവർക്കും പങ്കാളിത്തമുണ്ടാകുന്ന രീതിയിൽ ഒരു പൊതുപരിപാടിയാക്കി മാറ്റുന്നതിലൂടെ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഭരണ സംവിധാനമായിരിക്കും ഇന്ന് അധികാരത്തിലെത്തുക എന്ന കൃത്യമായ സന്ദേശമാണ് വിജയകുമാർ നൽകിയത്. ആ വിജയകുമാറിൻ്റെ വാക്കുകളിൽ പ്രകടിപ്പിക്കുന്ന ആവേശവും ഒക്കെ തന്നെയാണ് നമുക്കും ഇവിടുന്ന് നൽകാൻ കഴിയുക. കാരണം വലിയ തോതിൽ ആളുകൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വലിയ ആവേശത്തോടെ, പ്രതീക്ഷയോടെ ഇവിടെ ഈ സ്റ്റേഡിയത്തിനുള്ളിൽ കാത്തു നിൽക്കുകയാണ്. 4 മണിക്ക് തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. തീർച്ചയായും സാലി, ചടങ്ങുകളിലേക്ക് തന്നെ പോകാം. ഓരോ നിമിഷങ്ങളെയും ഒപ്പിയെടുത്ത് നമ്മൾ സജീവമായുണ്ട്. തീർച്ചയായും അരുൺ, ജനകീയ സർക്കാർ എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കാനാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് കൂടി വേദിയാക്കിയത് എന്നതാണ് നമുക്ക് നമ്മുടെ പ്രതിനിധി പോലും അവിടെ നിന്ന് നിരീക്ഷണത്തിൽ മനസ്സിലാകുന്നത്. രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ആ വേദി മാറ്റുക, അത് ഒരു വലിയ ജനപങ്കാളിത്തത്തിന്റെ വേദി ആക്കി മാറ്റുക എന്ന കൃത്യമായ ലക്ഷ്യം, അതിനെ സാധൂകരിക്കുന്ന തരത്തിൽ ഒരു വലിയ ജനസഞ്ചയം അവിടെ എത്തിച്ചേരുക. അത് കേവലം യാദൃശ്ചികമല്ല, അത് ഞങ്ങളുടെ ആശയത്തിന്റെ ഉള്ളറകളിലെ കരുത്താണ് എന്നാണ് അവർ പറയുന്നത് എന്ന് ഒരുപക്ഷെ ആ കാര്യങ്ങൾ ബോധ്യമാക്കുന്നു എന്ന് നമ്മുടെ പ്രതിനിധി റിപ്പോർട്ട് ചെയ്യുന്നു. അതെ, മുഹമ്മദ് റിയാസ്, അദ്ദേഹം കോഴിക്കോട് ഉണ്ടോ? തീർച്ചയായും മുഹമ്മദ് റിയാസിലേക്ക്. മുഹമ്മദ് റിയാസ്, ആദ്യഘട്ടമൊക്കെ പ്രൗഢഗംഭീരമായി തുടങ്ങാനായി താങ്കളുടെ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ കൂട്ടായ്മയ്ക്ക് എന്നൊക്കെ ബോധ്യമാകുന്ന ചിത്രങ്ങളും കാഴ്ചകളുമാണ് അവിടെ നിന്ന് കാണുന്നത്. തുടർന്നങ്ങോട്ട് വലിയ വെല്ലുവിളികളല്ലേ ശ്രീ റിയാസ്? തീർച്ചയായിട്ടും ഈ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇന്ന് അതിൻ്റെ ഒരു ചടങ്ങിൻ്റെ ഒരു ജനകീയ പങ്കാളിത്തം തന്നെ ഈ മന്ത്രിസഭയുടെ പൊതു സ്വഭാവം കാണിക്കുന്നതാണ്. ജനകീയ ഗവൺമെൻറ് ആണെന്ന് കാണിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് സത്യപ്രതിജ്ഞ വരെ ആദ്യ മന്ത്രിസഭാ യോഗം കൂടുന്നതിൻ്റെ മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ പല കാരണത്താൽ തയ്യാറാകാതിരുന്ന ആളുകൾ പോലും ആകർഷിക്കുന്ന ഒരുപാട് നിലപാടുകൾ ഈ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ ഒന്നാണ് മന്ത്രിമാരുടെ എണ്ണം കുറക്കൽ. മന്ത്രിമാരുടെ എണ്ണം കുറക്കലിലൂടെ കോടികളുടെ ലാഭമാണ് കേരളത്തിൻ്റെ ഖജനാവിനുണ്ടാക്കിയിട്ടുള്ളത്. മാതൃകാപരമായൊരു പ്രവർത്തനം. 2, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കുറക്കൽ. ഇതും വലിയ രീതിയിലേക്കുള്ള അഭിപ്രായം ഈ സർക്കാരിനെ സംബന്ധിച്ച്, വരാൻ വേണ്ടി പോകുന്ന സർക്കാരിനെ സംബന്ധിച്ചുണ്ടാക്കി. 3ാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയന്ത്രണം മുഖ്യമന്ത്രി തന്നെ വരുത്താൻ തയ്യാറായി എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ അതിൻ്റെ ഭാഗമായി പ്രസ്താവന ഇറക്കി എന്നുള്ളതാണ്. 4ാമത്തത്, സ്വന്തക്കാരും സിൽബന്ദികളും UDF സർക്കാരിൻ്റെ കാലത്തേതുപോലെ മധ്യവർത്തികളൊന്നുമില്ലാത്ത രീതിയിലേക്ക് ഈ സർക്കാർ പോകുമെന്നുള്ളതിൻ്റെ സൂചനകൾ നൽകുന്ന രീതിയിൽ കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി സഖാവ് പിണറായി നടത്തിയ പത്രസമ്മേളനത്തിലെ ചില അവതാരങ്ങളെക്കുറിച്ചുള്ള പരാമർശം, ഈ 4 കാര്യങ്ങളും
ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി റിയാസ് വോട്ട് തുടരുക. ഇപ്പോൾ സത്യപ്രതിജ്ഞ വേദിയിലേക്ക് തന്നെ പോകേണ്ടതുണ്ട്. അവിടെ PK ശ്രീമതി ടീച്ചർ എത്തിയിട്ടുണ്ട്. സാലി മുഹമ്മദിനൊപ്പം ഉണ്ട് എന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. സാലി, എന്തൊക്കെയാണ് വിവരങ്ങൾ? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേതാക്കൾ, പ്രവർത്തകർ അങ്ങനെ വ്യത്യാസമില്ലാതെ വലിയ ആവേശത്തിലും പ്രതീക്ഷയിലുമാണ് ഈ സ്റ്റേഡിയത്തിൽ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും. അത്തരം ഒരു ആവേശവും പ്രതീക്ഷയും ഒക്കെ പങ്കുവെക്കാൻ വേണ്ടി PK ശ്രീമതി ടീച്ചർ MP ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ടീച്ചർ നമസ്കാരം. വലിയ ആവേശത്തിലും ആഹ്ലാദത്തിലുമാണ് ടീച്ചർ അടക്കമുള്ള നേതാക്കളും സാധാരണ പാർട്ടി പ്രവർത്തകരും വരെ. എന്താണ് ഈ ആവേശത്തിൻ്റെ ഒരു അടിസ്ഥാനം, ഒരു പ്രതീക്ഷ? പാർട്ടി പ്രവർത്തകർ എന്നുള്ള നിലക്ക് മാത്രമല്ല, കേരളം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ബഹുജനങ്ങളെല്ലാം വളരെ ആത്മാർത്ഥമായി സന്തോഷിക്കുകയാണ്. വളരെ ആവേശവും ഒപ്പം ജനങ്ങൾക്കൊരു സംതൃപ്തിയും കൈവന്നിരിക്കുന്നു എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവും. കാരണം ജനങ്ങൾക്കിടയിൽ, ജനങ്ങളുടെ മനസ്സിൽ വലിയ പ്രതീക്ഷയാണുള്ളത്. ആ പ്രതീക്ഷക്കൊത്ത് ഉയരാൻ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറാൻ പോകുന്ന ആദരണീയനായ നിയുക്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയ്ക്ക് കഴിയും. കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചെറുതും വലുതും തികച്ചും ആത്മാർത്ഥതയോടെ, സത്യസന്ധതയോടെ പരിഹരിക്കുന്നതിനാവശ്യമായ നേതൃത്വം കൊടുക്കാനുള്ള ഒരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റായിട്ട് ഈ ഗവൺമെൻറ് മാറും എന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് ഉത്തമ വിശ്വാസമുണ്ട്. ആ വിശ്വാസം വളരെ പ്രധാനമാണ്. ജനങ്ങളെ അണിനിരത്തി ജനപിന്തുണയോടെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. എന്നും അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ജനങ്ങളുടെ ശക്തിയാണ് ഞങ്ങളുടെ ശക്തി എന്ന് പറയാം. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ കാർഷിക മേഖല, വ്യാവസായിക മേഖല, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, മറ്റ് സേവന മേഖലകൾ, പ്രത്യേകിച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്നവരുമായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഓരോ വകുപ്പിലും പെടുന്ന കാര്യങ്ങൾ പ്രത്യേകമായി ചർച്ച ചെയ്ത് സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനുള്ള നടപടികളായിരിക്കും ഗവൺമെൻറ് കൈക്കൊള്ളുക എന്നുള്ളത്. ടീച്ചർ ആരോഗ്യമന്ത്രിയൊക്കെ ആയിരുന്നുണ്ടോ ചോദിക്കുക. പൊതുജനാരോഗ്യ മേഖല വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ചില നയങ്ങളൊക്കെ മൂലം. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സാധാരണക്കാരായ, അടിത്തട്ടിൽ താമസിക്കുന്ന പൊതുജനാരോഗ്യ സംവിധാനത്തെ ആശ്രയിക്കുന്ന സാധാരണക്കാരെ എന്ത് സംവിധാനമായിരിക്കും ഈ സർക്കാരിന് പുതുതായി നൽകാൻ കഴിയുക എന്ന് പ്രതീക്ഷയ്ക്ക് പങ്കുവയ്ക്കാനാണ്? പ്രകടന പത്രികയിൽ വളരെ കൃത്യമായിട്ട് ആരോഗ്യ മേഖലയെ സംബന്ധിച്ച്, ഒപ്പം വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ മേഖലക്ക് വളരെയധികം ഊന്നൽ കൊടുക്കണം, അതിന് അനുവദിക്കുന്ന അലോട്ട്മെൻറ്റ് കുറച്ച് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിലും പ്രത്യേകമായ ഒരുപക്ഷെ അത് വളരെ സുചിന്തിതമായിട്ടുള്ള തീരുമാനമാണ്. ഈ അടിസ്ഥാനത്തിൽ ഒരു ജനകീയ ആരോഗ്യ നയം കേരളത്തിൽ കൊണ്ടുവരുന്നതിനും ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ, രോഗം വരാതിരിക്കുന്ന പ്രവർത്തനം ഏറ്റവും ഫലപ്രദമായി സംഘടിപ്പിക്കുമ്പോൾ തന്നെ രോഗം വന്നു കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത്, ദൂരം വഴിക്ക് പോകാതെ ഏറ്റവും അടുത്ത് ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ, അതും സൗജന്യ ചികിത്സ സർക്കാർ മേഖലയിൽ ലഭ്യമാക്കണം എന്നുള്ളതാണ് ഗവൺമെൻറ് നയം. അതിന് നമ്മുടെ ഓരോ ജില്ലക്കകത്തും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രകടന പത്രികയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം കണ്ടതായിരിക്കില്ല അടുത്ത 5 വർഷക്കാലം. അതിന് മുൻപത്തെ 5 വർഷക്കാലം കേരളത്തിലെ ബഹുജനങ്ങളുടെ ആകെ പ്രശംസ പിടിച്ചു പറ്റിയ ഒരു വകുപ്പ് എന്നുള്ള നിലയിൽ ആരോഗ്യ വകുപ്പിൻ്റെ അന്നത്തെ മന്ത്രി എന്ന എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിനേക്കാളും മെച്ചപ്പെട്ട നിലയിൽ ഈ വരുന്ന 5 വർഷക്കാലം ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ജനങ്ങളുടെ ഏറ്റവും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ഏറ്റവും അധികം ഇഫക്റ്റ് ചെയ്യുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റാണ് വിദ്യാഭ്യാസ വകുപ്പും ആരോഗ്യ വകുപ്പും. അപ്പോൾ ഈ 2 വകുപ്പും തീർച്ചയായിട്ടും മറ്റ് വകുപ്പുകളെന്ന പോലെ തന്നെ ജനങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലേതുപോലെ ആയിരിക്കില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. അജിംഷാദ്, ഇത് തന്നെ കൃത്യമായി കഴിഞ്ഞ 5 വർഷം കണ്ടതാവില്ല ഇനി ഉള്ള 5 വർഷക്കാലം എന്ന് കൃത്യമായി സന്ദേശമാണ് മുതിർന്ന CPM നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതി ടീച്ചർ MP പറഞ്ഞത്. വളരെ കൃത്യമായ ഒരു സന്ദേശമാണത്. കഴിഞ്ഞ 5 വർഷക്കാലം വിവിധ സർക്കാർ വകുപ്പുകളിൽ നടന്ന കുത്തഴിഞ്ഞ സംവിധാനങ്ങളെ പുനഃസംഘടിപ്പിക്കുക അല്ലെങ്കിൽ പുനർനിർമ്മിക്കുക എന്ന ശ്രമകരമായ ദൗത്യമാവും ഇന്ന് ചുമതലയേൽക്കുന്ന LDF ഗവൺമെൻറ്റിന്, പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന മന്ത്രിസഭയ്ക്കുണ്ടാവുക. അതിനനുസരിച്ചുള്ള നടപടികൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന പൊതുപ്രതീക്ഷയാണ് പൊതുസമൂഹം ഇക്കാര്യത്തിൽ പങ്കുവെക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം സമൂഹത്തിൻ്റെ വിവിധ മേഖലയിലുള്ള പ്രഗത്ഭർ അത്തരം ഒരു അഭിപ്രായ പ്രകടനം ഇതിനകം തന്നെ മുന്നോട്ട് വെച്ചു കഴിഞ്ഞു. ഈ വേദിയിൽ കാണുന്ന പൊതുജന പങ്കാളിത്തം വരാം, മടങ്ങിയെത്താം. അവിടെ നിന്ന്
ഏകദേശം സമയം ഇപ്പോൾ കൃത്യം സ്റ്റുഡിയോ ക്ലോക്കിൽ 3:02 ആയിട്ടുണ്ട്. ഒരു മണിക്കൂറില്ല തികച്ച് 4 മണി എന്നാണ് പറഞ്ഞിട്ടുള്ളത് സത്യപ്രതിജ്ഞയ്ക്ക്. ഏറെക്കുറെ വേദി നിറഞ്ഞിട്ടുണ്ടെന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അജിംഷാദ്.